ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്തിനാ പറയുക, ഞാൻ എൻ്റെ വീട്ടിൽ ഞാൻ എന്തെല്ലാം ചെയ്തു വെച്ചിന് അതെല്ലാം കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ സൈക്കിളിന് മിറർ കയറ്റിയിട്ടുണ്ട്. കറ്റാർ വായനെ കട്ടി മുമ്പ് നട്ടത് ആ ചെടിയാണ് ഇത്. പിന്നെ ഇത് വേറെ ചെടി, ഇത് 10 മണിപ്പൂ എന്ന് പറയും ഇതിന്. ഇത് പക്ഷേ ഇതിപ്പോൾ ഒരു കുറച്ച് രാത്രി ആയതുകൊണ്ടാണ് അത് അങ്ങനെ. അപ്പോൾ ഇതാണ് പാപ്പാച്ചെടി. പിന്നെ ഇത് ഫുള്ള് നമ്മൾ ഗാർഡൻ ആക്കിയതാണ്. കൊളായ പോലെ ഉണ്ട്. കുറേ കളറുണ്ട്, പിങ്ക്, മഞ്ഞ, റെഡ്, പിന്നെ കട്ടി റോസ്, പിന്നെ അങ്ങനത്തെ കുറച്ച് കളർ. പിന്നെ ഇവിടെ എല്ലാം ഓരോരോ ചെടിയാണ്. ഇത് വേറെ ചെടി, ഇത് വേറെ ചെടി. ആടിയുണ്ട് വേറെ പർപ്പിൾ ചെടി. ഇത് വേറെ ചെടി, ഇത് വേറെ ചെടി, ഫുള്ള് വേറെ ചെടിയാണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ ഇത് പിടിപ്പിച്ചിട്ടുണ്ട്. ഇതിനോട നമ്മളെ മണി പ്ലാന്റ്. പിന്നെ ഇത് നമ്മളെ റെഡ് കളറ് ചെമ്പരത്തിയാണ്. ഇത് വേറെ ചെടിയാണ്. ഇവിടെ നമ്മൾ ചെടി ആടിയിടല്ലോ. ഇവിടെ ഒരു ചെടി പിടിപ്പിച്ചിന്, ഇവിടെ വേറെ ഒരു ചെടി പിടിപ്പിച്ചിന്. ഇതെല്ലാം നമ്മൾ വെള്ളം യൂസ് ചെയ്തിട്ട് കഴിയതാണ്. കണ്ടത്. ഇനിയിപ്പോൾ ഇത് ഉരക്കണം, അടുത്ത മാസം ബർത്ത്ഡേയാണ്. അപ്പോഴത്തേക്ക് എല്ലാം റെഡിയാക്കി വെക്കണം. ഇതേപോലെ ഉണ്ടായത് നമ്മൾ കളർ ചേഞ്ച് വെള്ളം അടിച്ചിട്ട് ഫുള്ള് വൃത്തിയാക്കിയാൽ ഇതുണ്ടാവും. നല്ല ഫുള്ള് ഇതാണ് പഴയ കടയാണ്. വീട് നല്ല പൊളിഞ്ഞ് വീണ് ഒരിക്കൽ പണ്ട്. പിന്നെ ഇവിടെ ഒരു ചെടിയുണ്ട്, അത് വെള്ളം കിട്ടായിട്ട് പോയി തോന്നും. അവിടെയും ഒരു ചെടിയുണ്ട്, വെള്ളം ഒഴിക്കണം. പിന്നെ അവിടെ ഒരു സുൽത്താൻ പഴത്തിൻ്റെ ഒരു മരം, അത് സുൽത്താൻ പഴത്തിൻ്റെ മരമാണ് കാണുന്നത്. പിന്നെ ഇവിടെയും ഉണ്ട്. ഇവിടെ കുറച്ചധികം തന്നെ ഉണ്ട്, കുറേ ഉണ്ട്, 5-6 ഉണ്ട് ഒരു ചട്ടി തന്നെ. പിന്നെ ഇവിടെ നമ്മൾ സൈക്കിൾ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിന്. പിന്നെ ഇവിടെ ഇത് കാണാം, കണ്ട. ഇതിപ്പോൾ അട്ടി ചെമ്പരത്തിയാണ്. ഇത് അട്ടിയല്ലാത്ത ചെമ്പരത്തിയാണ്. ഇതിൻ്റെ ഈ സംഭവം ഇല്ലാത്ത. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ തന്നെ റെഡ് ഉണ്ട്. റെഡ് വിരിഞ്ഞ് കഴിഞ്ഞ് ഇത് റെഡാന്ന് തോന്നും. ഇത് നമ്മളെ വേറെ തന്നെ ഒരു ചെടിയാണ്. അതും ഇതെല്ലാം വെയിലുള്ള ഈ ചെടി ഞാൻ ചെടിയിൽ വെയിലുള്ളതായിട്ട് വളരാത്തതാണ്. പിന്നെ ഇവിടെ ഒരു ശ്രീലങ്കൻ നടക്കുന്നുണ്ട്. പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ ഇതിനോട് ഇവിടെ ഒരു ചെടി നട്ടിന്. ഇത് നമ്മളെ വേറെ ചെടി. ഇവിടെ ഒരു മരം ഉണ്ടായിരുന്നു, കശുവണ്ടീൻ്റെ മരം. അപ്പോൾ അത് മുറിച്ചരാന്ന് ഇത് പിന്നെയും വളർന്ന്. അപ്പോൾ നിങ്ങൾക്കുള്ള ഭാഗ്യമുണ്ട്. ഇത് വെറൈറ്റി. നിങ്ങൾ വീഡിയോ കാണുന്ന പോലത്തെ കളറൊന്നുമല്ല, ഉണ്ടോ? നിങ്ങൾ വീഡിയോ കാണുന്ന പോലത്തെ കളറൊന്നുമല്ല. ഇത് കുറച്ച് നൈറ്റ് ആയതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു ചെടി നട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ചെമ്പരത്തി നട്ടിന്, പിടിക്കോ ഇല്ലയോ അറിയില്ല. ഇവിടെ പിന്നെ കരിയാപ്പിലുണ്ട്. പിന്നെ ഇവിടെ ഒരു തുളസി ചെടി ഉണ്ട്. പിന്നെ ഇവിടെ എന്തിനാ പറയുക, ഉറുമാമ്പഴത്തിൻ്റെ ചെടി ഉണ്ട്. കണ്ണൂർ മറ്റുള്ള നാട്ടിൽ ജില്ലയിലല്ലേ എന്താ പറയുക അറിയില്ല. കണ്ണൂർ ഉറുമാമ്പഴം എന്ന് പറയാം. ഇവിടെ ഒരു മണി പ്ലാന്റ് നട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. ഇതെല്ലാം പിടിച്ച് അങ്ങനെ കണ്ട വേര് പിടിച്ചിട്ട്. ഇവിടെ ഒരു ഒരു പിങ്ക് ഇതുണ്ട്. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മളെ ഇതെന്ന് പറയാം പപ്പായ മരമുണ്ട്. പിന്നെ ഇത് നമ്മളെ ഒരു ഇതും വേറെ ചെടി. ഇത് ഇപ്പോൾ കൊച്ചു പോലെ ഇതായെന്ന്. അപ്പോൾ ഇത് നമ്മൾ ഇതാക്കുന്നത്, ഇത് ഫസ്റ്റ് ഇവിടെല്ലാം മരം ഉണ്ടാകുമ്പോൾ മുറിച്ചര എല്ലാം കൂടി പൊട്ടി അപ്പോൾ അടിയിൽ അങ്ങനെ ഉണ്ട്. ഇവിടെ എല്ലാം ഇങ്ങനെയുള്ള. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെയും ഉണ്ട് ഒരു 10 മണിപ്പൂ. ഇപ്പുറത്തെ ഭാഗത്താണ് കുറച്ചും കൂടി ഉള്ളത്. ടോട്ടൽ 200ഓളം ചെടിയുണ്ട് എൻ്റെ പേർക്ക്. അപ്പോൾ ഇത് അതിൻ്റെ സെയിം സാധനം തന്നെ. ഇത് നല്ലോണം വളർന്നേ. ഇവിടെ ഒരു പേരക്കിൻ്റെ ഇത് ഉണക്കുന്നുണ്ട്. ഇതെല്ലാം നൈറ്റ് ആവുന്നുണ്ട്. ഇതെല്ലാം പൂട്ടി പോയത്.
ഇത് കണ്ടോ ഗൈസ്, നല്ല ഇതിൽ കിട്ടുന്നുണ്ട്. പിന്നെ അത് മുല്ലപ്പൂൻ്റെ ഇതാണ് അങ്ങോട്ടേക്ക് കയറുന്നത്. അപ്പോൾ ഇവിടെ ഒരു മരം പോലെ മുളക്കുന്നുണ്ട്. അപ്പോൾ ഇത് പിന്നെ തുളസി ഈടിയുണ്ട്. പിന്നെ ഇത് വേറെ ഒരു 10 ഇതാണ് പച്ചടി. ഇവിടെ ചീരുണ്ട്. ഇവിടെ വേറെന്തൊരു ചെടി. ഇവിടെ ഒരു പിങ്ക്, ഈ റെഡിൻ്റെ പിങ്ക് അവിടെ നട്ടിന് പൊടിക്കണം അത്ര. ഇതെന്തിൻ്റെ ചെടി? ഇത് പെർപ്പിളാണ് വിരിയ. ഇത് വേറെ ഏതോ ഒരു കളർ. പിന്നെ ഇവിടെ ഒരു ചെടിയുണ്ട്. നിങ്ങൾ ഇതെല്ലാം ജസ്റ്റ് ടൈം പാസിന് വേണ്ടി ഇതാക്കിയ ഇവിടെ ഒന്ന് ഇതാക്കി തൂക്കിയിട്ടിനി. ഇതാ ഇതിൻ്റെ പൂവൊക്കെ കണ്ടോ? ഇത് മേടിക്കുമ്പോൾ ഫസ്റ്റ് ഇങ്ങനെ നല്ല ഇതിനെക്കാട്ടി കുറച്ച് വലുതും കുറച്ച് കളറും ഉണ്ടായിനി. ഇവിടെയും നട്ടിന് നമ്മൾ. ഇവിടെ ചവിട്ടുമ്പോൾ ശ്രദ്ധിക്കണം. ഇവിടെയുണ്ട് ചീര. ഇവിടെ നമ്മൾ ഇത് നട്ടിന്. ഇതെല്ലാം പിടിക്കണം അത്രേ. ഇവിടെ പിന്നെ കുറച്ച് ഇതെല്ലാം നട്ട് എടുത്തിന് അമ്മ. അപ്പോൾ ഇവിടെ ഇങ്ങനെ കുത്തനെ മുളക്കുന്ന ഇതാണ്. ഇത് വേറെ തന്നെ ഒരു ഷപ്പാണ്. അവിടെ ഒന്ന് നട്ട് പിടിപ്പിച്ചിന്. പിന്നെ ഇവിടെയുണ്ട്. പിന്നെ ഇത് ഇതിൻ്റെയൊന്നും പേരറിയില്ല. അടുത്ത് പിന്നെ ഒരു ചിക്കൻ ലാഡുണ്ട്. കോഴി. പിന്നെ ഒരു മാങ്ങ മരം. ഇതാണ് നമ്മളെ വീട്ടിലത്തെ ഹൈലൈറ്റ്. കയറുമ്പോൾ തന്നെ കാണുന്ന ഒരു മാങ്ങ മരം. പിന്നെ ഉള്ളത് ഇതാ ഇങ്ങോട്ടേക്ക് നിൽക്കുന്ന ഒരു ചെടി. ഞാൻ എൻ്റെ പുറക്ക് ഏറ്റവും വലിയ ഇത് ചെടി എന്ന് പറയുന്നത് ഇത് കാണുമ്പോൾ എന്നല്ല. ഇതിൻ്റെ ചപ്പ് എനിക്ക് ഈ ചെടി ഇഷ്ടമാണ്. ഇതിൻ്റെ ചപ്പ് ഫസ്റ്റ് ഇങ്ങനെ ഉണ്ടാകും. പിന്നെ ഇങ്ങനെ ഓരോ കളറായിട്ട് വരും. റെഡ്, പച്ച, മഞ്ഞ. പിന്നെ ഇതിൻ്റെ ഇടയിലുണ്ടായ മറ്റേ ചെടി. ഇത് പിന്നെ ഫുള്ള് ഇതിപ്പോൾ മുളക്കുന്നുണ്ടാവും. ഇതും വലുത് തന്നെയാണ്. ഇതിൻ്റെ ഇതെല്ലാം കണ്ട. ഇത് വെയിലുള്ളതായിട്ടാണ് ഇങ്ങനെ. പിന്നെ ഇവിടെ നമ്മൾ 10 മണിപ്പോൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കാട്ടുചീര എന്നിട്ട് അറിയപ്പെടുന്നത്. പിന്നെ ഇതാന്ന് തന്നെ ഫസ്റ്റ് എന്നിട്ട് പച്ചടി. ഇത് വീഡിയോ കാണുന്ന പോലെയല്ല, കളറ് ക്ലാരിറ്റി ഉണ്ടാവും. പിന്നെ ഇത് കണ്ട, ഈ ചെടിയെല്ലാം വീട് നല്ലോണം പിടിച്ച് ഇതിൻ്റെ ഉള്ളിലുണ്ട്. അത് മാറ്റിയാണ്. അപ്പോൾ ഇതെല്ലാം നല്ലോണം പടർന്ന് പിടിച്ചിന്. ഇവിടെ അധികം ഉള്ളത് മഞ്ഞയും പിങ്കും ആണ്. പിന്നെ ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഈ ഒരു ചെടി നട്ടിന്. പിന്നെ ഇത് വേറെ തന്നെ. ഈ ചെടി എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇങ്ങനത്തെ എല്ലാ ചെടിയാണ്. പക്ഷേ ഫസ്റ്റ് ഇഷ്ടം ഇതാണ്. കാരണം ഇതിൻ്റെ ചപ്പിൻ്റെ ഇതന്നെ കണ്ട വേറെ കളറാണ്. ഇതും വേറെ തന്നെ ഒരു ഷെയ്ഡാണ് വരുന്നത്. കുറച്ച് വീതിയുള്ള ഇതെല്ലാം. പിന്നെ ഇത് കണ്ട, ഇതെല്ലാം കണ്ട. ഇത് ഒരു പച്ച, ഇത് മറ്റേ ഇത്. പിന്നെ ഇത് ഇടിയും വേറെ ഇതാക്കുന്നുണ്ട്. അപ്പോൾ ഇത് കാട്ടുചീരയാണ്. അപ്പം ഇതെല്ലാമാണ് ഇത് ആംബിയൻസ്. ഇവിടെ പിന്നെ ഇവിടെ ഒരു ചീരയുണ്ട്. പിന്നെ ഇവിടെ ഒരു ഇതുണ്ട്. അവിടെ വേറെ ഇത്. പിന്നെ ഇവിടെ റെഡ് ഉണ്ട്. ഇത് പച്ചടി. പിന്നെ പറയാനുള്ള പിന്നെ മെയിനായിട്ട് പിന്നെ കുറച്ച് പച്ചക്കറി എന്ന് പറയുന്നത് ചീര. പിന്നെ കുറച്ചും കൂടി ഉണ്ട്, കാണിച്ചു തരാം. ഇത് ഫസ്റ്റ് നമ്മൾ ഫിഷ് ടാങ്ക് ആക്കിയതാണ്. ആക്കിയിട്ട് പിന്നെ എന്തെല്ലോ സാധനങ്ങളുണ്ട്, വൃത്തിയാക്കണം. ഇത് മുളക് ചെടി. ഇത് ഇത് വേപ്പും ചപ്പ്. ഇത് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ട ഇങ്ങനെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും എല്ലാം ചെയ്യണം. അപ്പോൾ ഇനിയും ഇങ്ങനത്തെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോ. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ.